ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ജീവജലനദിയിൻ തീരത്ത് ജീവതരു ജീവഫലങ്ങളുമായി നിന്നിടുന്നു, ആ നിന്നിടുന്നു. ജീവജലനദിയിൻ തീരത്തു ജീവതരു ജീവഫലങ്ങളുമായി നിന്നിടുന്നു, ആ നിന്നിടുന്നു. രാവില്ല വിളക്കിനി ആദിത്യ ശോഭ വേണ്ട, ദൈവം വിശുദ്ധ നിത്യരാജാക്കളാ. രാവില്ല വിളക്കിനി ആദിത്യ ശോഭ വേണ്ട, ദൈവം വിശുദ്ധ നിത്യരാജാക്കളാ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. കണ്ണുനീർ തുടച്ചിടും ദൈവം തൻ കണ്ണിൽ നിന്ന് മണ്ണിലെ ഖിന്നതകളില്ല വിണ്ണിൽ, ഓ ഇല്ല വിണ്ണിൽ. കണ്ണുനീർ തുടച്ചിടും ദൈവം തൻ കണ്ണിൽ നിന്ന് മണ്ണിലെ ഖിന്നതകളില്ല വിണ്ണിൽ, ഓ ഇല്ല വിണ്ണിൽ.
വിശപ്പുമില്ല, രോഗം മരണമില്ല. ആഹാ എന്തോരാനന്ദം പുണ്യനാടേ. ദാഹം വിശപ്പുമില്ല, രോഗം മരണമില്ല. ആഹാ എന്തോരാനന്ദം പുണ്യനാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. യാത്രയും തീരാറായി, ക്ഷീണവും മാറിടാറായി. മാത്ര നേരമേയുള്ളൂ നാട്ടിൽ ചേരാൻ, ആ നാട്ടിൽ ചേരാൻ. യാത്രയും തീരാറായി, ക്ഷീണവും മാറിടാറായി. മാത്ര നേരമേയുള്ളൂ നാട്ടിൽ ചേരാൻ, ആ നാട്ടിൽ ചേരാൻ. അല്ലൽ വേടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി. ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. ഹല്ലേൽ വീടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി. ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ളതായ ഒരു വാഗ്ദത്തമാണ് ക്രൈസ്തവ വിശ്വാസം നമുക്ക് വാഗ്ദത്തം തരുന്നത്. ക്രിസ്ത്യാനികൾ ലാഘവമായി പറയുന്ന ഒരു വാക്കാണ് പലപ്പോഴും ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. ഞങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അവരങ്ങനെ പറയാനുള്ളതായ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് പള്ളിയുണ്ട്, അഥവാ ദേവാലയമുണ്ട്, പള്ളിയിൽ പുരോഹിതനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകും എന്നാണ് ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷം പേരും ലാഘവമായി ചിന്തിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി സ്വർഗത്തിലെത്തുക, സ്വർഗത്തിൽ പോകുക, സ്വർഗത്തിൽ അവനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് പള്ളിയുടെയോ പുരോഹിതത്തിൻ്റെയോ ഒരു കാര്യമായിട്ടല്ല. അതുകൊണ്ടൊന്നും സാധിക്കുന്നതായൊരു കാര്യവുമല്ല അത്. ദൈവരാജ്യത്തിൽ എത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ജീവിതം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ഈ സത്യം പഠിപ്പിക്കാനായിട്ട് ദേവാലയങ്ങൾ തയ്യാറാവുന്നില്ല, അവിടെ ശുശ്രൂഷിക്കുന്നതായ വൈദികരും തയ്യാറാകുന്നില്ല. മനുഷ്യൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ദൈവ വചനപ്രകാരം തന്നെ അവൻ ജീവിക്കണം. എബ്രായ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ളതായ വാക്യം ദൈവരാജ്യത്തിൽ ഒരു വിശ്വാസിക്ക്, ക്രിസ്തുവിശ്വാസിക്ക് ദൈവരാജ്യം ലഭിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പും വാഗ്ദത്തവുമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു കപ്പലിൻ്റെ നങ്കൂരം പോലെ ഉറപ്പുള്ളതായ വിശ്വാസമാണ്, അഥവാ വാഗ്ദത്തമാണ് ഒരു ക്രിസ്തുവിശ്വാസി മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ളത്. അതിൻ്റെ 19-ാമത്തെ വാക്യം 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. ആ വാഗ്ദത്തത്തെ അബ്രഹാം എങ്ങനെ പ്രാപിച്ചു
എന്നുള്ളത് ഉദാഹരണമാക്കിക്കൊണ്ടാണ് അപ്പോസ്തലൻ ക്രിസ്തു വിശ്വാസിക്ക് ദൈവരാജ്യം കിട്ടുമെന്നുള്ളതായ ആ രക്ഷാനിർണയം കൊടുക്കുന്നത്. അബ്രഹാമിന് ഒരു വാഗ്ദത്തമാണ് കിട്ടിയിരുന്നത്. അത് ലഭിക്കുമെന്ന് അവന് ഹൃദയത്തിൽ നിർണയിച്ചു. ആ നിർണയത്തോടുകൂടെ അവൻ ജീവിച്ചു. തന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ആ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അബ്രഹാം ജീവിക്കുകയും അബ്രഹാമിന് ആ അനുഗ്രഹകരമായ ഭാവി ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാമധ്യസ്ഥത മൂലം അവൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുകയും ആ വാഗ്ദത്തങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവി ജീവിതം ദൈവരാജ്യത്തിൻ്റെതായ ഒരനുഭവമായി തീരുകയുള്ളൂ. മരണം കഴിയുമ്പോൾ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മരണത്തിന് മുമ്പ് നാം ആ സത്യം ഗ്രഹിച്ച് ആ സത്യത്തിനൊത്തവണ്ണം ജീവിക്കുന്നവരായിരിക്കണം. ഒരു ക്രിസ്തുവിശ്വാസിക്ക് ഈ നിർണയം കൊടുക്കുന്നത് എവിടെ നിന്നാണ് ആ ഉറപ്പും ധൈര്യവും കിട്ടുന്നത്? ഒരു മനുഷ്യനെ മരിച്ചു, ആ കല്ലറയിൽ അടക്കുന്നു. ആ കല്ലറയിൽ നിന്ന് ഒരിക്കൽ ഞാൻ പുറത്തു വരും എന്നുള്ളതായ ആ ഉറപ്പൊരു മനുഷ്യന് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആ ഉറപ്പ് ലഭിക്കുന്നത് 2000 കൊല്ലം മുമ്പ് ഗോകുൽത്തായിൽ മരിച്ച് ആ യെരൂശലേമിലെ അരിമത്യാക്കാരൻ്റെ തോട്ടത്തിൽ അടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും ഒഴിഞ്ഞു കിടക്കുന്നൊരു കല്ലറയാണ്. അതിന് എംപ്റ്റി ടോംബ്, ഒഴിഞ്ഞ ഒരു കല്ലറ. ആ കല്ലറ അവിടെ ദൃഷ്ടാന്തമായി കിടക്കുന്നു. ആ കല്ലറ നമ്മളെ ഓർപ്പിക്കുന്നു. ആ കല്ലറ നമ്മളെ പഠിപ്പിക്കുന്നു. ആ കല്ലറ നമുക്ക് വിശ്വാസം തരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും ഇതുപോലെ തന്നെ അവൻ്റെ കല്ലറയും ഒരു ദിവസം ഒഴിഞ്ഞു പോകുമെന്ന്, ആ കല്ലറയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോകുമെന്നുള്ളതായ ഒരു ഉറപ്പും വാഗ്ദത്തവുമാണ് ആ ഒഴിഞ്ഞ കല്ലറ ക്രിസ്തുവിശ്വാസിക്ക് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങൾ ധ്യാനിക്കാറുണ്ടോ? നിങ്ങൾ അതെന്തുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? യെരൂശലേമിലെ അരിമത്യാക്കാരൻ്റെ തോട്ടത്തിൽ ഒരു കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അത് ഞാനുമായിട്ട് എന്ത് ബന്ധം? അതിനും എൻ്റെ ഭാവിയുമായിട്ട് എന്ത് ബന്ധം? പ്രിയപ്പെട്ടവരെ, ആ സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഒഴിഞ്ഞ കല്ലറയാണ് എൻ്റെ ഭാവിയുടെ ആ ഉറപ്പേറിയ ആ നങ്കൂരം എന്ന് പറയുന്നത്. അതെനിക്കൊരു വിശ്വാസത്തിൻ്റെ നങ്കൂരമാണ്. കാരണം രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ കാരണം ഞാനൊരു ക്രിസ്തുവിശ്വാസിയാണ്. ക്രിസ്തുവിശ്വാസിക്ക് അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ട്, അവനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ വാഗ്ദത്തം. മരണശേഷമുള്ളതായ ഒരു പുനരുത്ഥാനം, ഒരു ജീവിതം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്, മരണശേഷം ഒരു ജീവിതം ഉണ്ടോ? ഉണ്ടെങ്കിൽ കഷ്ടത സഹിക്കാമായിരുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. 14:14 നമുക്ക് വായിക്കാം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, കഷ്ടത സഹിക്കുന്നവനാണ് ഇയ്യോബ്. 10 മക്കളും ഒരു ദിവസം മരിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മാറാ രോഗത്തിൽ വലയുന്ന ഇയ്യോബ് പറയുകയാണ്, ഈ കഷ്ടതയും വേദനയും മനോവേദനയും സങ്കടവും ദുഃഖവും എല്ലാം സഹിക്കാമായിരുന്നു. പക്ഷേ ഒരു നിർണയം ഉണ്ടായാൽ മതിയായിരുന്നു. എങ്കിൽ സഹിച്ച് ജീവിക്കുന്നതിൻ്റെ അവസാനം ഒരു ജീവിതമുണ്ട്, ഒരു സമാധാനമുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു വെളിച്ചമുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു സൂര്യോദയം ഉണ്ടെന്ന് ശരിയായൊരു നിർണയം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും ഈ കഷ്ടത സഹിക്കാമായിരുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്തെ വിശ്വാസികൾക്ക് ലഭിക്കാതെ പോയതും പുതിയ നിയമവിശ്വാസികളായി നമുക്ക് ദൈവം കൃപയാൽ തന്നതുമായ ഒരു വലിയ ഭാഗ്യമാണ് മരണശേഷമുള്ളതായ ജീവിതത്തെക്കുറിച്ചുള്ളതായ ശരിയായ ഒരു നിർണയം. രക്ഷാനിർണയം പോലെ തന്നെ
പുനരുത്ഥാന നിർണയവും ക്രിസ്തുവിശ്വാസിക്ക് ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, റോമലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയുകയാണ്, കഷ്ടത സഹിക്കുന്നു. ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാലത്താണ് ക്രൈസ്തവ വിശ്വാസം ലോകത്തിൽ വേരുപിടിച്ചു വന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭകാലത്ത് ഒരുവൻ ക്രിസ്ത്യാനിയായാൽ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പുമുണ്ടായിരുന്നില്ല, നിർണയമുണ്ടായിരുന്നില്ല. അന്ന് ക്രിസ്തുവിശ്വാസികളായവരെല്ലാവരും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം പ്രത്യാശയുള്ളവരും, മരണത്തിനപ്പുറമുള്ളതായ ജീവിതം ശുഭമാകും, സന്തോഷമാകും, സമാധാനമാകുമെന്നുള്ളതായ ആ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ നിർണയമുണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് അനേക ക്രിസ്ത്യാനികളല്ലാതിരുന്നവർ പോലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ കാരണം മരണശേഷമുള്ളതായ ആ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടത സഹിക്കാമായിരുന്നു. ഈ പറയുകയാണ്, ഒരപ്പുറത്തൊരു ജീവിതമുണ്ടെങ്കിൽ എങ്ങനെയും സഹിക്കാമായിരുന്നു. അത് തന്നെയാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു ക്രിസ്തുവിശ്വാസിക്ക് കഷ്ടത എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവ രൂപാന്തരത്തിന് ഉതകുന്ന ഒന്നാണ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, കാരണം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, എന്തെല്ലാം നൂലാമാല പ്രശ്നങ്ങൾ, തോരാ കണ്ണുനീരുകൾ, അപ്രതീക്ഷിതമായ വേർപാടുകൾ, മാറാത്ത തീരാ രോഗങ്ങൾ എങ്ങനെ സഹിക്കും? ഇതൊക്കെ സഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് നമുക്ക് ഉത്തേജനം തരുന്നതായ ഒരു ശക്തി എന്തെങ്കിലും ഉണ്ടോ? മരണത്തിനപ്പുറമുള്ളതായ ഒരു ജീവിതം ഇല്ലെങ്കിൽ, ഒരു പുനരുത്ഥാന ജീവിതം ഇല്ലെങ്കിൽ ഈ കഷ്ടത സഹിക്കുക എന്ന് പറയുന്നത് അസഹനീയമായി പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ കഷ്ടത എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു. കഷ്ടത എൻ്റെ പാപത്തിൽ നിന്നെ മാറ്റുന്നു. കഷ്ടത എനിക്ക് സിദ്ധത തരുന്നു. എനിക്ക് മനസ്സിന് ധൈര്യം തരുന്നു. അതെനിക്ക് ഉത്സാഹം തരുന്നു. അതെനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതായ ആ കഷ്ടത മൂലം സ്വഭാവം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതായ ആ നിർണയമാണ് ക്രിസ്തുവിശ്വാസികളെ കഷ്ടത സഹിക്കാനായിട്ട് ഏറ്റവും ധൈര്യപ്പെടുത്തുന്നതായ ഘടകം. മരണം ഒഴിവാക്കാനുള്ളതായ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ശാസ്ത്രം നടത്തും. മരണമില്ലാതാക്കാനുള്ളതായ ഒരു കണ്ടുപിടുത്തമോ അതിനുള്ളതായ ഏതെങ്കിലും ഒരു മാർഗമോ ഒരു മരുന്നോ എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കും എന്നുള്ളതായ ധാരണയോടെയാണ് ഇന്ന് പലരും ജീവിക്കുന്നുണ്ട്. ലോകത്തിലെ പല ബുദ്ധിമാന്മാരും അപ്രകാരമുള്ളതായ ചിന്തയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്താണ് പ്രത്യാശയുള്ളത്? നമുക്കുള്ളതായ ആ ഉറപ്പെന്താണ്? കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനത്തിന് വഴി നമുക്കൊരു മാർഗം കാണിച്ചു തന്നു. കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ റിസറക്ഷൻ മാത്രമായിരുന്നില്ല. അവൻ്റെ ആത്മാവ് മാത്രം ഉയർത്തതായിരുന്നില്ല. ക്രിസ്തു ശാരീരികമായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റു. ഒരു പുതിയ ശരീരത്തോടുകൂടെ അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചത്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഒരു ആത്മീയ പുനരുത്ഥാനം മാത്രമല്ല ഉള്ളത്. നമുക്ക് ഒരു ശരീരവുമുണ്ട്, പുനരുത്ഥാന ശരീരം. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ഒരു ശരീരമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കതായ ഒരു ശരീരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുനരുത്ഥാനത്തിന് ശേഷം ആ പുനരുത്ഥാന ലോകത്ത്, ആ ലോകത്ത് ജീവിക്കാനുള്ളതായ ഒരു ശരീരത്തോടു കൂടിയുള്ളതായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ഇന്ന് ജീവിക്കുന്ന കാലത്ത് ദൈവത്തോടുള്ളതായ ഒരു ഹാർമണി അഥവാ ജീവനുള്ള ദൈവത്തോടുള്ളതായ ഒരു ബന്ധത്തിലാണ് നമ്മുടെ ആത്മാവ് ജീവിക്കുന്നതെങ്കിൽ മരണം കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് അതേ ദൈവത്തോടുള്ളതായ അതേ ബന്ധത്തിലായിരിക്കും. മരണത്തിന് മുമ്പ് നമ്മുടെ ആത്മാവ് ദൈവത്തോടുള്ളതായ ബന്ധത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ മരണം കഴിയുമ്പോഴും കർത്താവായ യേശുവിനോട് ബന്ധമില്ലാത്തതായ
ഒരു ജീവിതത്തിലേക്ക്, ഒരു ലോകത്തിലേക്കായിരിക്കും നാം മാറ്റപ്പെടാൻ പോകുന്നത്. അതിനാണ് നരകമെന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും യേശു എന്നൊരു വാക്ക് കേൾക്കില്ല. നരകത്തിൽ ഒരിക്കലും യേശു എന്നൊരു വാക്ക് മുഴങ്ങില്ല. സ്നേഹമെന്നൊരു വാക്ക് കേൾക്കുകയില്ല. കരുണയെന്നൊരു വാക്ക് കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു ലോകമാണ് നരകമെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ആത്മാവ് ദൈവത്തോട് നിരപ്പിലാണെങ്കിൽ മരണം കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് ദൈവത്തോട് നിരപ്പ് തന്നെയായിരിക്കും, സഹിത്യത്തിലായിരിക്കും. മരണത്തിന് മുമ്പ് അതില്ലെങ്കിൽ മരണം കഴിയുമ്പോൾ അത് കിട്ടുകയില്ല. മരണം കഴിഞ്ഞ് ആരെങ്കിലും പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവത്തോട് നിരപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് നാം ആ ബന്ധത്തിലാണെങ്കിൽ മരണം കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് അതേ ബന്ധത്തിലായിരിക്കും. ഇല്ലെങ്കിൽ യേശുവില്ലാത്ത ലോകത്ത്, സ്നേഹമെന്ന വാക്ക് കേൾക്കാത്ത ലോകത്ത് നാം എത്തിച്ചേരും. അതിനാണ് നിത്യനരകമെന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ വ്യത്യാസമാണ്. ഇവിടെ നാം ജീവിക്കുന്ന കാലത്ത് നമുക്കുള്ളതായ ശരീരമല്ല മരണം കഴിയുമ്പോൾ നമുക്കുള്ളതായ ശരീരം. ഇവിടെ നാം ജീവിക്കുന്ന കാലത്ത് മണ്ണായ ശരീരമാണ് നമുക്കുള്ളത്. കാരണം നാം ജീവിക്കുന്നത് മണ്ണിലാണ്, നാം കഴിക്കുന്ന ആഹാരം മണ്ണാണ്, മണ്ണിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സകല ജീവിതവും നടക്കുന്നത്. എന്നാൽ മരണം കഴിയുമ്പോൾ പിന്നെ നാം ജീവിക്കുന്ന ലോകം ഈ മണ്ണുകൊണ്ടുള്ള ലോകമല്ല. ആ ലോകത്തിന് തരുന്നതായ ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം, ഈ നിർണയമെല്ലാം നിത്യനായ ദൈവം ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ജന്മനാളിൽ തന്നെ ഹൃദയത്തിൽ ശരിയായി കൊടുത്തിട്ടുണ്ട് എന്ന് ശലോമോൻ പറയും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയും. 3-ാമത്തെ അധ്യായം, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ശലോമോൻ വളരെ വ്യക്തമായിട്ട് പറയും, ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ കൃത്യമായി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന്. ഈ നിർണയം നമുക്കത് വായിച്ചു കേൾക്കാം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ജീവിതം താൽക്കാലികമാണ്. ഇത് കഴിഞ്ഞുള്ള ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്. ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ്. സുഖങ്ങൾ താൽക്കാലികമാണ്, സന്തോഷം താൽക്കാലികമാണ്, ആരോഗ്യം താൽക്കാലികമാണ്, പണം താൽക്കാലികമാണ്, എല്ലാ ഉല്ലാസങ്ങളും താൽക്കാലികമാണ്. ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അതിന് ശേഷമുള്ളതാണ് നിത്യമായതെന്നുള്ളതായ നിർണയം മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ വേദപുസ്തകം വായിക്കുന്നില്ല. കാരണം വായിക്കാതിരുന്നാൽ ഇതൊന്നും അറിയണ്ടല്ലോ. വായിക്കാതിരുന്നാൽ അവോയ്ഡ് ബൈബിൾ സോ ദാറ്റ് യു വിൽ ബി മോർ ഹാപ്പി. മനുഷ്യൻ്റെ ചിന്താഗതി അതാണ്. വചനത്തോട് അകന്നു നിൽക്കുക, വചനം കേൾക്കാതിരിക്കുക, വചനം വായിക്കാതിരിക്കുക, വചനം പ്രസംഗിക്കുന്നിടത്ത് പോകാതിരിക്കുക, പള്ളിയിൽ മാത്രം പോവുക, അവിടെ അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ കഴിയുന്നത്ര ഒഴിവായി പുറത്തേക്ക് മാറി നിൽക്കുക, കൺവെൻഷൻ പന്തലുകളെല്ലാം ഒഴിവാക്കുക. ഇതുവഴി മനുഷ്യന് ഇതൊന്നും അറിയാതെ കേൾക്കാതെ ഈ ഭൂമിയിലങ്ങ് അടിച്ച് പൊളിച്ച് സുഖമായി ജീവിക്കാമെന്നുള്ളതാണ് മനുഷ്യൻ്റെ മൂഢമായ ധാരണയെന്ന് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം മാറിപ്പോകില്ലല്ലോ. സത്യമായ യാഥാർത്ഥ്യം മാറിപ്പോകില്ലല്ലോ. മനുഷ്യൻ ഓരോരുത്തരും മരണത്തെ നേരിടേണ്ടി വരും. മരണശേഷമുള്ളതായ ആ ജീവിതത്തിലുമുണ്ട്, മരണശേഷമുള്ളതായ ന്യായവിധിയുമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദ വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ളതായ ഒരു ചേർച്ചയും വ്യത്യാസവും എന്തൊക്കെയാണ്? ഏതെല്ലാം കാര്യത്തിലാണ് ആ യഹൂദന്മാരുടെ വിശ്വാസവും ക്രൈസ്തവരുടെ വിശ്വാസവും ഏതെല്ലാം കാര്യത്തിലാണ് രണ്ട് വിശ്വാസങ്ങളും തമ്മിൽ സാമ്യമുള്ളത്, എന്നാൽ വ്യത്യാസമുള്ളത് ഏതെല്ലാം കാര്യത്തിനാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കർത്താവായ യേശുവിൻ്റെ വർത്തമാനകാല ശുശ്രൂഷ, കർത്താവായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ രക്ഷാകരമായ വേലയെക്കുറിച്ചെല്ലാം, ക്രൂശുമരണത്തെക്കുറിച്ചെല്ലാം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുവിൻ്റെ ഈ വർത്തമാനകാല പ്രവൃത്തികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു
എന്താണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത്, അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കം ചില വാക്യങ്ങളിലേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നാം വായിക്കാം. അപ്പോൾ അവിടെ നമുക്ക് കാണാം, കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ഇപ്പോൾ നാം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കർത്താവായ യേശു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് പറയുന്ന എനിക്ക് വേണ്ടിയും കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും നാം ദൈവരാജ്യത്തിൽ എത്തുന്നതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചാലും യേശു നിർത്തുമോ? ഈ വചനം പറയുന്ന ഞാൻ മരിച്ചാലും യേശു പക്ഷവാതം നിർത്തുകയില്ല. അവൻ എന്നുവരെ എനിക്ക് വേണ്ടി പക്ഷവാതം ചെയ്യും. ഞാൻ ആ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ കർത്താവായ യേശുവിൻ്റെ ആ പുനരുത്ഥാന രാജ്യത്ത്, ആ ഇളകാത്ത രാജ്യത്ത്, ആ വരാൻ പോകുന്ന രാജ്യത്ത് ഞാൻ എത്തിച്ചേരുന്നത് വരെയും അവൻ എനിക്ക് വേണ്ടി പിതാവിനോട് പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കും. പിതാവേ, ഇവനെ ദൈവരാജ്യത്തിൽ കൈക്കൊള്ളണമേ എന്ന് എൻ്റെ കർത്താവായ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ 2 വാക്യം നമുക്ക് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വായിച്ചു കേൾക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. നമ്മുടെ പാപം ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അവിടെ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. നാം റോമാലേഖനത്തിൽ വായിച്ചു, ദൈവരാജ്യത്തിൽ ഞാൻ എത്തുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അതേ കർത്താവായ യേശു ക്രിസ്തു മറ്റൊന്നുകൂടെ ചെയ്യുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം നമുക്കറിയാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം. അവിടെ നാം എന്താണ് വായിക്കുന്നത്? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. പ്രിയപ്പെട്ടവരെ, അവിടെ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ താൻ അനുഭവിച്ച തൻ്റെ അനുഭവസാക്ഷ്യം പറയുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെന്നപ്പോൾ തനിക്ക് എന്തെല്ലാമാണ് കിട്ടിയത്. കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ പാപികളിൽ പ്രധാനിയായ പൗലോസ് ചെന്നപ്പോൾ എന്തെല്ലാമാണ് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പൗലോസിന് കിട്ടിയത്? അനുഭവസാക്ഷ്യമാണ്. നാം ഇന്ന് അനുഭവസാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ടല്ലോ. മാനസാന്തരപ്പെട്ടു, കൂട്ടായ്മയിൽ വന്നപ്പോൾ അത് കിട്ടി, ഇത് കിട്ടി, ഇങ്ങനെയെല്ലാം നാം കേൾക്കാറുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ അനുഭവസാക്ഷ്യമാണത്. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എനിക്ക് കിട്ടി. മാത്രമല്ല, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ അറിയാത്തവനല്ല, എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടി. മാത്രമല്ല, എനിക്ക് പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ പാപം കൂടാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അറിയാനുള്ളതായ കൃപയും കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ അനുഭവം ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ അബ്രഹാം കാത്തിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം വാഗ്ദത്തങ്ങളെ കൊടുത്തു. ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു വാഗ്ദത്തമായിട്ട് അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ അബ്രഹാം സൂക്ഷിച്ചു. ഒരു കപ്പലിൻ്റെ നങ്കൂരം പോലെ ഉറച്ചു നിൽക്കാൻ ആ വചനം മതിയായിരുന്നു അന്ന് അബ്രഹാമിന്. പിന്നെയും തൻ്റെ മകനെ യാഗം കഴിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ദൈവം അബ്രഹാമിന് പിന്നെയും അനുഗ്രഹം കൊടുത്തു. അതാണ് 22-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നുണ്ട്, അതേ ദൈവം തന്നെ അബ്രഹാമിനെ പിന്നെയും വാഗ്ദത്തം കൊടുത്തു. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രാഹാം അത് പ്രാപിച്ചു. എങ്കിൽ നമുക്കും വാഗ്ദത്തങ്ങളുണ്ട്. ജീവനുള്ള ദൈവം നമുക്ക് രക്ഷയുടെ പ്രത്യാശ തന്നിട്ടുണ്ട്. ഓരോ ക്രിസ്തു വിശ്വാസിയുടെ ഉള്ളിൽ ആ വാഗ്ദത്ത വചനമുണ്ട്. രണ്ടാമത്, ഓരോ ക്രിസ്തു വിശ്വാസിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമ്മുടെ പാപം ക്ഷമിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിൽ ഞാൻ ഉണ്ടാകാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം അവൻ ശുശ്രൂഷ ചെയ്യുന്നതോടെ. പുരോഹിതൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ പുരോഹിതനായി നിന്നുകൊണ്ട് ചെയ്യുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഭദ്രമായ ജീവിതമാണ്, എത്ര ഭദ്രമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ പുസ്തകമടച്ച് സാവകാശം ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ദൈവരാജ്യം കിട്ടുമെന്ന് വെറുതെ പറയുന്നതല്ല, ദേവാലയത്തിൽ പോയി കിട്ടുന്നതല്ല, അവിടെ ആരെങ്കിലും വഴിപാട് കഴിച്ച് കിട്ടുന്നതല്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ആ കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരമുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ദൈവരാജ്യം കിട്ടുമെന്നുള്ളതായ ആ രക്ഷാനിർണയമുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇത്ര ഭദ്രമായൊരു ജീവിതം വേറെയില്ല. ഇത്ര ഭദ്രമായൊരു ജീവിതം വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് രക്ഷാനിർണയം പ്രാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ വെച്ചുകൊണ്ട് കാണിപ്പാണ്ടിരിക്കുന്ന ദേശം കാണാൻ അബ്രഹാം പുറപ്പെട്ടതുപോലെ നമുക്ക് വിശ്വാസത്താൽ തന്നിരിക്കുന്ന ആ വാഗ്ദത്തത്തെ അവകാശമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ശുദ്ധീകരിക്കാം. പാപത്തോട് യാത്ര പറയാം. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് കർത്താവായ യേശുവിനെ സ്വീകരിക്കാൻ ഹൃദയത്തിൽ ഒരു പുതിയ സമർപ്പണമെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങൾ കൈവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ തീരുമാനമെടുക്കണം. യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഞാൻ ദൈവരാജ്യത്തിലെത്താൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ ഒരു പുരോഹിതൻ മാത്രമല്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യരാരുമല്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സാക്ഷാൽ ദൈവമായ ജീവനുള്ള കർത്താവായ യേശു തന്നെ. ഞാൻ സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉറപ്പായി ഞാൻ അവിടെ എത്തും. ഉറപ്പായി ഞാൻ ആ തീരം കാണും. ഉറപ്പായി ഞാൻ ആ മനോഹരദേശത്തിൻ്റെ പങ്കാളിയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ട മക്കളെ ഉറപ്പുള്ളവരാക്കണമേ. ഈ വചനം കേട്ടവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കണമേ. ഒരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി നോക്കി പാർക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.